അപ്പോൾ നമ്മുടെ ഈവനിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ പിള്ളേരുടെ കളിയോട് കൂടിയാണ് ഇന്ന് ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ഡാഡിയും മമ്മിയും ചെടിയുടെ കാര്യത്തിന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡാഡിക്ക് എനിക്ക് തോന്നുന്നു കളിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം മമ്മി ഇന്നലെ തൊട്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. സംഭവം ഞാനൊരു കോട്ടയംകാരിയാണ്. എന്നാലും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഏകദേശം ഒരു ഐഡിയ വെച്ച് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാക്കോ ഡാഡി അവിടെ കത്രികയുടെ കാര്യം പറയുന്നത് കേട്ട ഉടനെ തന്നെ വന്ന് എടുത്തുകൊണ്ട് പോയി ഡാഡിക്ക് കൊണ്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഏകദേശം ഐഡിയ വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു ചക്കപ്പുഴുക്കാണ്. വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് വന്നു കേട്ടോ. ചക്ക ഈ പറഞ്ഞ പോലെ കുറച്ച് പുളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായി എനിക്ക് തോന്നുന്നു 3 ആഴ്ചയ്ക്ക് മുകളിലായി ഇവർക്ക് ന്യൂഡിൽസ് കൊടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ആവേശത്തിൽ കഴിക്കുകയാണ് കേട്ടോ. എന്തേലും കഴിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇത് രാത്രി കഞ്ഞിക്കുള്ള ചമ്മന്തിയാണ്. അത് മാങ്ങാ ചമ്മന്തിയാണേ. അപ്പോൾ ഡോൺ ചേട്ടൻ ചക്കപ്പുഴുക്ക് കണ്ടപ്പോൾ പറഞ്ഞു എനിക്കെന്നാൽ കുറച്ച് ചക്കപ്പുഴുക്ക് തന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെ അതും കൊണ്ട് ഡോൺ ചേട്ടൻ്റെ അടുത്ത് പോവാണ്. ഡോൺ ചേട്ടൻ സിനിമ കാണാനാണ് കേട്ടോ. അവർ രണ്ടുപേരും പാച്ചും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടേതായ ലോകത്തുള്ള കളിയും ഫോൺ കാണലും ഒക്കെയാണ് കേട്ടോ. ഇത് നാളത്തേനുള്ളതാണ്. പരിപ്പും ചീരയിട്ട് വെച്ചതാണ്. ഇതുണ്ട് ആകെ തലകുത്തി മറിഞ്ഞു കിടക്കുകയാണ് അടുക്കള. ഇത് ഞാൻ എന്ന് ഒതുക്കി കഴിയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതേ പതിവ് പോലെ ചാക്കോ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കഴിക്കാനായിട്ട്. ഡാഡിയോട് സ്പൂൺ എടുക്കുക. അപ്പോൾ ഡാഡി വേറെ സ്പൂണിലാണ് കഴിക്കുക. ഇല്ല ഇതെടുക്ക് ഇത് പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി പറഞ്ഞു അതല്ല ഞാൻ അതിലല്ല കഴിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാക്കോ പറയും ഡാഡിനെ കൊണ്ട് ഞാൻ തോറ്റു ഡാഡി പറഞ്ഞാൽ കേൾക്കില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ ഡാഡിയോട് പപ്പടം എടുക്ക് ചമ്മന്തി എടുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാഡിക്കും വലിയ ഉഷാറില്ല. ഡോൺ ചേട്ടന് ദേ ഇന്ന് വീണ്ടും പനിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ആകെ മൊത്തം ഒരു ഉഷാറില്ല. രാത്രിയാകുമ്പോൾ പനി വരും. എന്താണെന്നറിയാം നല്ല ബോഡി പെയിനും കാര്യങ്ങളും. അപ്പോൾ നാളെ രാവിലെ ഉപ്പുമാവാണ്. അപ്പോൾ തോമുകുട്ടന് ഉപ്പുമാവ് ഇഷ്ടമില്ല കേട്ടോ. ചാക്കോച്ചൻ അതും കൊണ്ടുപോയിക്കോളും. ഉപ്പുമാവും പഴവും കൂട്ടി കൊണ്ടുപോയിക്കോളും. ദേ മമ്മിയോട് കഞ്ഞി കുടിക്കാൻ വന്ന് പറയാണ് കേട്ടോ ചാക്കോ. ചാക്കോൻ്റെ ഹൃദയമാണ്. അവർ രണ്ടുപേരും ഭയങ്കര ശിങ്കിടികളാണ് കേട്ടോ. ചാക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും മണിയടിച്ച് നടക്കും. പാച്ചു ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മണിയടിക്കലൊന്നും ഡാഡീനെ സോപ്പിടലും മമ്മീനെ സോപ്പിടലൊക്കെ വളരെ കുറവാണ്. എന്നാലും മമ്മീനെ പിന്നാരിക്കൽ കുറച്ച് കൂടുതലാണ് ചാക്കോയ്ക്ക്. അതേ മമ്മി കഴിക്കുന്നതിനിടയ്ക്ക് വന്നിട്ട് ചൊറിയുന്നതാണ് കേട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടിയില്ല. എൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10:30 10:45 ആയിട്ടുണ്ട്. ഇനി ഈ വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം വേണം എനിക്ക് പോയി ഒന്ന് കുളിക്കാൻ. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേനും അപ്പനും മക്കളും ഒക്കെ നല്ല ഉറക്കം ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ എന്താ പറയുക ഒരു 10:15 ആയപ്പോഴാണ് ഞാൻ എല്ലാം കഴിഞ്ഞ് പോകാൻ പോണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.